നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെയിൻബോ സ്പ്രിങ്കിൾസ് ആണ്. അപ്പോൾ ഇത് വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് സാധാരണയായിട്ട് തയ്യാറാക്കുന്ന ഐസിങ് ഷുഗറും അതുപോലെ മുട്ടയുടെ വെള്ളയും ഒക്കെ ചേർത്തിട്ടാണ്. പക്ഷേ ഇന്ന് നമുക്കിത് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. 250 ml കപ്പിലാണ് ഞാൻ 1 കപ്പ് പഞ്ചസാര അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർക്കണം, അതായത് ചോളപ്പൊടി. ഞാനിപ്പോൾ ബേക്കേഴ്സിൻ്റെ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഒരുപാട് വിലയൊന്നും ആവില്ല. ഇതേപോലെ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. നമുക്ക് പല സാധനങ്ങളും ഇത് വെച്ച് ഉണ്ടാക്കാം. ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺസ്റ്റാർച്ച് എന്നൊക്കെയാണ് പറയുന്നത്. അത് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ഇത് റെഡിയാക്കി എടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിൽ ഇത് കലക്കിയെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുകയാണ്. കാരണം നമ്മളിത് കേക്കിലേക്കൊക്കെയാണല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വാനിലയുടെ ഒരു ഫ്ലേവർ കൂടി ഉള്ളത് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് കളർ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കളറുണ്ടോ അതിനനുസരിച്ച് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 3 കളറാണുള്ളത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇത് 3 പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് മിക്സ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് കളറില്ലാതെ വൈറ്റ് കളറിൽ മാത്രം മതിയെങ്കിൽ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ലിക്വിഡ് ഫുഡ് കളറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ 3 കളറാണുള്ളത്. ഒന്ന് റോസ് പിങ്ക് ആണ്, പിന്നെ ഒന്ന് ഓറഞ്ച് കളറും പിന്നെ യെല്ലോ കളറുമാണ്. അപ്പോൾ നമ്മളിതിന് പറയുന്നത് റെയിൻബോ സ്പ്രിങ്കിൾസ് എന്നാണ്. അതുകൊണ്ട് എല്ലാ കളറും ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം കേക്കിലൊക്കെ അത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു കളർഫുള്ളായിട്ടിരിക്കും കേക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് കളറെല്ലാം ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അതല്ലെങ്കിൽ കയ്യിലുള്ളത് മാത്രം ചേർത്തിട്ടും നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇനി നമ്മളിത് പൈപ്പിംഗ് ബാഗിലേക്കാണ് നിറയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവർ പൈപ്പിംഗ് ബാഗിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു കവറിലേക്ക്, പ്ലാസ്റ്റിക് കവറിലേക്ക് നിറച്ചിട്ട് അതിൻ്റെ അറ്റം മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഷേപ്പിലാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റം മാത്രം അല്പം ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറും പൈപ്പിംഗ് ബാഗ് പോലെ മടക്കി ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതേപോലെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പിലോ അതുമല്ലെങ്കിൽ എണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്കോ എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം. ഇതുപോലെ നീളത്തിലോ അതല്ലെങ്കിൽ ഡോട്ട് ഡോട്ടായിട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് വെച്ചിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് അതിൽ നിന്ന് വിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പറിലേക്ക് പല ഡിസൈനിലാണ് ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാം. ഇനി ഇത് നമുക്ക് ഡ്രൈ ആകാൻ വേണ്ടി വെക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഇളകി വരും. ഇതിപ്പോൾ ഒരു 7-8 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. ഇതേപോലെ എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകിട്ട് ഇതേപോലെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അതല്ലെങ്കിൽ വൈകിട്ട് വെച്ചിട്ട് രാവിലെ എടുക്കുകയും ചെയ്യാം. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കേക്കിലേക്കൊക്കെ ചേർക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇത് ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു കേക്കിൽ ഇതേപോലെ വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് വന്നു. അപ്പോൾ ഈ റെഡിയാക്കിയിട്ടുള്ള ഈ സ്പ്രിങ്കിൾസ് വെച്ചിട്ടാണ് ഞാൻ കേക്കിൻ്റെ താഴ്ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ എത്ര മനോഹരമായിട്ട് വന്നിട്ടുണ്ട്.
നിങ്ങൾക്കും ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കേക്കുകൾക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതേപോലെ സ്പ്രിങ്കിൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.